الله الرحمن الرحيم. والمحدث للعالم هو الله تعالى، أي الذات الواجب الوجود الذي يكون وجوده من ذاته ولا يحتاج إلى شيء أصلا، إذ لو كان جائز الوجود لكان من جملة العالم، فلم يصلح محدثا للعالم ومبدئا له، مع أن العالم اسم لجميع ما يصلح علما على وجود مبدئ له. وقريب من هذا ما يقال إن مبدأ الممكنات بأسرها لا بد أن يكون واجبا، إذ لو كان ممكنا لكان من جملة الممكنات فلم يكن مبدئا لها. وقد يتوهم أن هذا دليل على وجود الصانع من غير افتقار إلى إبطال التسلسل، وليس كذلك، بل هو إشارة إلى أحد أدلة بطلان التسلسل، وهو أنه لو ترتبت سلسلة الممكنات لا إلى نهاية لاحتاجت إلى علة، وهي لا يجوز أن تكون نفسها ولا بعضها، لاستحالة كون الشيء علة لنفسه ولعلله، بل خارجا عنها فيكون واجبا فتنقطع السلسلة. والمحدث للعالم هو الله. ഈ ആലമിൻ്റെ സൃഷ്ടാവ് അള്ളാഹു തആലയാണ്. ഹുവല്ലാഹു തആല. ഇത് ഈ തആല എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണയായി പറയാറുള്ള ലഫ്ളാണ്. തആല എന്ന് പറഞ്ഞാൽ ജല്ല വ അല. അപ്പോൾ അള്ളാഹു ജല്ല വ അല എന്ന് പറഞ്ഞാലും അള്ളാഹു തആല എന്ന് പറഞ്ഞാലും ഒരേ മാന തന്നെയാണ്. ജല്ല അല, ജല്ല വ അല, വാവ് അത്ഫിൻ്റെതാ. അള്ളാഹു തആല, അള്ളാഹു ജല്ല വ അല. എന്തിനെ തൊട്ട് അള്ളാഹു അപ്പോൾ ഉന്നതനായിരിക്കുന്നു, വിശുദ്ധനായിരിക്കുന്നു എന്നാണ്. അൻ ഇൽഹാദി അൽ മുൽഹിദീൻ, കാഫിരീങ്ങളുടെ ഇൽഹാദിനെ തൊട്ട്, മയലാനിനെ തൊട്ട് അവൻ വിശുദ്ധനായിരിക്കുന്നു എന്നാണ് അർത്ഥം. അതായത് മുശ്രിക്കീങ്ങൾ അള്ളാഹുവിൻ്റെ സിഫത്തുകളെ കുറിച്ച് എന്തൊക്കെയാണോ പറയുന്നത് അതിനെ തൊട്ട് അള്ളാഹു തആല വിശുദ്ധനാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. തആല ഫീലിയായ ജുംലിയാണ്. അതിൻ്റെ തർക്കീബ് ഹാലാക്കാം. അവൻ തന്നെ വിശുദ്ധനായ ഹാലിൽ ഖാലല്ലാഹു തആല എന്ന് പറയും. തആല ഒരു ഹാലിയായ ജുംലയാക്കുക, മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഐ അസ്ദാത്തുൽ വാജിബുൽ വജൂദി. എന്താ അള്ളാഹുവിൻ്റെ മാന? അസ്ദാത്തുൽ വാജിബുൽ വജൂദി, അസ്തിത്വം അനിവാര്യമായ ഒരു സത്ത എന്ന് നമുക്ക് വെക്കാം. അസ്തിത്വം അനിവാര്യമായ. വാജിബിൻ്റെ മാന നമ്മൾ പഠിച്ചു. ഇൽമുൽ കലാമിലെ വുജൂബിൻ്റെ മാന ഫിഖഹിലുള്ള വുജൂബിൻ്റെ മാനയല്ല, മറിച്ച് എന്താണ് വുജൂബിൻ്റെ മാന നമ്മൾ പറഞ്ഞത്? മാല യുതഅഖലു അദമുഹു എന്നാണ്. ഇല്ലായ്മ എന്നുള്ളത് തസബുറാക്കാൻ പോലും പറ്റൂല, അതാണ് വുജൂബിൻ്റെ മാന. അപ്പോൾ ഇവിടെ അങ്ങനെ തന്നെ വുജൂദ് വാജിബായ ഒരു ദാത്ത്. വുജൂദ് എന്ന് പറഞ്ഞാൽ വുജൂദ് ഉണ്മ, അസ്തിത്വം. അല്ലദീ യകൂനു വുജൂദുഹു, അവൻ്റെ വുജൂദ് മിൻ ദാത്തിഹി, അവൻ്റെ ദാത്തിൽ നിന്ന് തന്നെയുള്ളതാണ് എന്ന് പറഞ്ഞാൽ ഗൈറിൽ നിന്ന് ഉള്ളതല്ല എന്ന്. ഗൈറിൽ നിന്നുള്ളതല്ല. അള്ളാഹു എന്ന് പറഞ്ഞാൽ അത് ദാത്തുൽ മൗസൂഫ് ബിൽ ഉലൂഹിയ എന്നാണ്. ഉലൂഹിയത്ത് കൊണ്ട് വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു ദാത്ത്. ഉലൂഹിയത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഇബാറത്തുൻ അൻ വുജൂബിൽ വുജൂദി വൽ ഖിദമി ദാത്തി, സത്താപരമായ അനാദിയും അസ്തിത്വം അനിവാര്യമാകുക എന്നുള്ളതിന് തൊട്ട് പറയപ്പെടുന്ന ഒരു ഇബാറത്താണ് ഉലൂഹിയത്ത്. ഉലൂഹിയത്ത് എന്ന് പറഞ്ഞാൽ ഇബാറത്തുൻ അൻ വുജൂബിൽ വുജൂദി വൽ ഖിദമി ദാത്തി, ദാത്ത് കൊണ്ട് ഖദീമായവൻ എന്ന് പറഞ്ഞാൽ ഗൈർ കൊണ്ട് മസ്ബൂക്കായിട്ടില്ല എന്ന്. അതാ വലാ യഹ്താജു ഇലാ ഷൈഇൻ അസ്ലൻ, ഒന്നിലേക്കും ആവശ്യമാവുകയില്ല. അപ്പോൾ ഈ യകൂനു വുജൂദുഹു മിൻ ദാത്തിഹി എന്നുള്ളതിൻ്റെ സിഫത്ത് കാശിഫ തന്നെയാണ്. അതിനെ ഒന്നുകൂടി തുറന്ന് കാണിക്കുന്ന ഒരു സിഫത്താണ് വലാ യഹ്താജു ഇലാ ഷൈഇൻ എന്ന് പറഞ്ഞത്. അസുലൻ എന്ന് പറഞ്ഞാൽ അവൻ്റെ സിഫാത്തിലോ ദാത്ത് അഫ്ആലിലോ ഒന്നിലേക്കും ആവശ്യമാകുന്നവനല്ല. കാരണം എന്തുകൊണ്ടാ? ഏതെങ്കിലും ഒരു വിഷയത്തിൽ മറ്റുള്ള ഒന്നിലേക്ക് ആവശ്യമാകുന്നവൻ അത് വാജിബുൽ വുജൂദാവുകയില്ല, ലോകത്തിൻ്റെ മുബദി ആകാനും പറ്റുകയില്ല. ഇത് ലൗകാന ജായിസുൽ വുജൂദി, കാരണം അല്ലാഹു തആല ജായിസുൽ വുജൂദ് ആയിരുന്നെങ്കിൽ ലക്കാന മിൻ ജുംലത്തിൽ ആലം,
ഈ ആലമിൻ്റെ കൂട്ടത്തിൽ പെടുമായിരുന്നു, ലോകത്തിൽ തന്നെ പെട്ട ഒരുത്തനാവുമായിരുന്നു. ഫലം യസുല, അപ്പോൾ അവൻ പറ്റൂല മുഹദിസല്ലിൽ ആലമി, ആലമിൻ്റെ മുഹദിസാകാൻ പറ്റുകയും, മുഹദിസോ വമുദ്ബുദി അല്ലഹു അതിനെ തുടങ്ങിയവനോ ആകാൻ പറ്റൂല. മഅ അന്നൽ ആലമ അന്നൽ ആലമ ഇസ്മുൽ ജമീ മായസുലു ആലമൻ അലാ വജൂദി മുബദിലു. ഇപ്പോൾ ഖരീബും മിൻ ഹാദ, ഇതിനോട് സമീപത്ത് തന്നെയുള്ള ഒരു പ്രയോഗമാണ് മായുക്കാലു ഇന്ന മബ്ദ അൽ മുംകിനാത്ത് ബി അസ്രിഹ, മുംകിനാത്തിൻ്റെ മബ്ദ അഥവാ ഹവാദിസുകളായ എല്ലാ വസ്തുക്കളുടെയും മബ്ദ, അതിൻ്റെ ഇല്ലത്ത്, അത് ബി അസ്രിഹ മുഴുവനത്തിൻ്റെയും ലാബുദ്ദ അയ്യക്കൂന വാജിബൻ, അത് വാജിബായിരിക്കണം. ലാബുദ്ദ അയ്യക്കൂന വാജിബൻ. ഇത് ലൗകാന മുംകിനൻ, ഇനി വാജിബല്ല മുംകിനാണെങ്കിലോ ലക്കാന മിൻ ജുംലത്തിൽ മുംകിനാത്തി, മുംകിനാത്തിൻ്റെ കൂട്ടത്തിലാണ് പെടുക. അപ്പോൾ ഫലം യകുൻ മുബ്ദി അല്ലഹ, ആ മുംകിനാത്തിൻ്റെ മുബ്ദി അവനാകാൻ വേണ്ടി പറ്റൂല. കാരണം എന്തുകൊണ്ടാണ്? മുംകിനാത്തിൽ തന്നെ പെട്ടതല്ലേ. മുംകിനാത്തിൽ തന്നെ പെട്ട വസ്തു എങ്ങനെയാണ് അതിൻ്റെ ഇല്ലത്ത്? അപ്പോൾ ഒരു ഷൈഅ് ആ വസ്തുവിൻ്റെ ഇല്ലത്ത് തന്നെ, അതിൻ്റെ തന്നെ ഇല്ലത്താണെന്ന് പറയേണ്ടി വരും. അതാവൂല. ഇല്ലത്തും മാലൂലും എപ്പോഴും രണ്ടും രണ്ടായിരിക്കണം. എന്ന് ചോദിച്ച് ബാല് എന്തുകൊണ്ടാണ് മൊത്തത്തിൻ്റെ ഇല്ലത്തായി കൂടാതെ? അതിനും എന്താണ് അത് ആകാൻ പറ്റൂല എന്നുള്ളതാണ്. മജ്മൂഇൻ്റെ ഇല്ലത്ത് ഓരോന്നിൻ്റെയും, മജ്മൂഇൻ്റെ ഇല്ലത്ത് എന്നുള്ളത് ഓരോന്നിൻ്റെയും ഇല്ലത്താണ്. അപ്പോൾ എന്താ, ഇതും എന്തിൽപ്പെട്ടത് തന്നെയാണ്, ആ മജ്മൂഇൽപ്പെട്ടതാണ്. അപ്പോൾ ഈ വസ്തു ഇതിൻ്റെ തന്നെ ഇല്ലത്താണ് എന്ന് പറയേണ്ടി വരും. അത് മഹാലായിട്ട് വരുന്നതാണ്. വഖദ് യുതവഹമു, ധരിക്കപ്പെടാറുണ്ട്, അന്ന ഹാദ, ഇത് ലൗകാന ജായിസൽ വുജൂദ് ലക്കാന മിൻ ജുംലത്തിൽ ആലം എന്ന് പറഞ്ഞത് ദലീലുൻ അലാ വുജൂദി സാനിഇ, സാനി ഉണ്ട് എന്നുള്ളതിൻ്റെ മേലുള്ള ദലീലാണ്. മിൻ ഗൈരി ഇഫ്തിഖാരിൻ ഇലാ ഇബ്താലി തസൽസുൽ, തസൽസുലിനെ ബാത്തിലാക്കേണ്ടതായ ആവശ്യമില്ലാതെ. തസൽസുൽ അങ്ങനെ പോയി എന്താണ് ഇത്? അതിൻ്റെ പിന്നെ ഈ വസ്തു തൊട്ട് മുമ്പുള്ളതിൻ്റെ പിന്നെ സബബാണ്, അത് അതിൻ്റെ മുമ്പുള്ളതിൻ്റെ, അത് അതിൻ്റെ മുമ്പുള്ള, ഇങ്ങനെ പോയി തസൽസുലായി വരും. അപ്പോൾ അതിനെ ബാത്തിലാക്കേണ്ട ഒരു പണി നമ്മൾ മുമ്പ് എടുത്തിട്ടുണ്ട്. വഹുവ അന്നഹു, ഏത് ഈ തസൽസുൽ ബാത്തിലാക്കാനുള്ള ദലീലുകളിൽ നിന്ന് ഒന്ന്, വഹുവ അത്, അന്നഹു ലൗ തറത്തബത്ത് സിൽസിലത്തുൽ മുംകിനാത്തി, മുംകിനാത്തിൻ്റെ ശൃംഖല അതിങ്ങനെ തുടർന്ന് വരികയാണെങ്കിൽ, ലാ ഇലാ നിഹായ, അറ്റമില്ലാതെ ബേക്കോട്ടേക്ക്, ലാ താജത്ത് ഇലാ ഇല്ലത്തിൻ, ഒരു ഇല്ലത്തിലേക്ക് അത് ആവശ്യമാകും. വഹിയ, ആ ഇല്ലത്തിലായ യജൂദു അൻ തകൂന നഫ്സ, അത് അതിൻ്റെ നഫ്സ് തന്നെ ആകാൻ വേണ്ടി പറ്റുകയില്ല. വലാ ബാലഹ, അതിൻ്റെ ബാലു ആകാൻ വേണ്ടി പറ്റൂല. എന്തുകൊണ്ടാണ്? ലിസ്തിഹാലത്തി കൗനി ഷെയ്, ഒരു ഷെയ് തന്നെ ആവുക, ഇല്ലത്തല്ലി നഫ്സി, അതിൻ്റെ ഇല്ലത്ത് ആവുക എന്നുള്ളത് മുഹാലായതിന് വേണ്ടി. ഇല്ലത്തല്ലി നഫ്സിഹി, അത് മുഹാല്, വലി ഇലലിഹി, അതുപോലെ ഇല്ലത്തുകളുടെ ഇല്ലത്തുമാവുക. ബൽ ഖാരിജൻ അൻഹ, മറിച്ച് എന്താവണം? അതിനെ തൊട്ട് ഖാരിജ് ആയതാകണം. ഫയക്കൂന് വാജിബൻ, അപ്പോൾ ആ ഖാരിജ് വാജിബായതായിരിക്കും. തങ്കത്തി സിൽസിലത്തു, അപ്പോൾ സിൽസില മുംകിനാത്തിൻ്റെ ശൃംഖല അതവിടെ എന്തായി മാറുന്നു? മുറിഞ്ഞു പോകുന്നു, അറ്റുപോകുന്നു. അതിൻ്റെ അപ്പുറം പിന്നെന്തില്ല? ഒരു മുംകിനാത്തില്ല. അത് വാജിബിലായിട്ട് പോയിട്ട് സന്ധിക്കുന്നത്, അവസാനിക്കുന്നത് ഒരു വാജിബുൽ ഉജൂദിലേക്കാണ്. വഹുവല്ലാഹു തആല, അവനാണ് ഇലാഹ് എന്ന്. മഷ്ഹൂരിൽ അതില്ലത്തി, പ്രസിദ്ധമായ ദലീലുകളിൽപ്പെട്ടതാണ് ബുർഹാനു തത്ബീഖ്, തത്ബീഖിൻ്റെ ബുർഹാൻ. തത്ബീഖ് എന്ന് പറഞ്ഞാൽ എന്താ? ഒപ്പിക്കുക എന്നാണ്. ഒപ്പിക്കുക എന്ന് പറഞ്ഞ ഒരു ബുർഹാൻ, തെളിവ്. വഹുവ അൻ നഫ്രിദ, ഞങ്ങൾ സങ്കല്പിക്കുക, മിനൽ മഅലൂലിൽ അഖീർ, അവസാന മഅലൂലിൽ നിന്ന്, ഇലാ ഗൈരിൻ നിഹായ, അറ്റമില്ലാത്ത ഒന്നിലേക്ക് എന്താകുക? ഞങ്ങൾ സങ്കല്പിക്കുക ജുംലത്ത്. വ മിമ്മാ ഖബലഹു, അതിന് തൊട്ട് മുമ്പുള്ള ഒന്നിൽ നിന്ന്, ബി വാഹിദിൻ, ഒന്നുകൊണ്ട് മുമ്പ് ഉള്ളതാവുക, അതിൽ നിന്നും മിസലൻ, ഒരു ശൃംഖലയെ ഞങ്ങൾ സങ്കല്പിക്കുക. ഒരു ഖത്ത് പിടിച്ചോളി, 2 ഖത്ത്. അപ്പോൾ ഒരു ഖത്ത് പിടിക്കുക, എന്നിട്ട് ആ ഒരു ഖത്തിൻ്റെ തൊട്ട് മുമ്പുള്ള ഒരു പോയിന്റിൽ നിന്ന് എന്താക്കുക? ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു ഖത്തിനെ നമ്മൾ സങ്കല്പിക്കുക, അത് അറ്റയില്ലാതെ. എന്നിട്ട് സുമ്മൻ ഉത്തബിക്കൽ ജുംലത്തൈനി, 2 ജുംലകളെയും കൂടിയിട്ട് ഞങ്ങൾ തത്ബീഖാക്കി, യോജിപ്പിക്കുക. ബി അൻ നജിഅൽ അവ്വല മിനൽ ജുംലത്തിലൂല, ഒന്നാം ജുംലയിൽ നിന്നുള്ള ഒന്നാമത്തതിനെ, ബി ഇസാഇൽ അവ്വലി മിനൽ ജുംലത്തി സാനിയ, രണ്ടാം ജുംലയിൽപ്പെട്ട ഒന്നാമത്തതിൻ്റെ നേർക്ക് നമ്മൾ ആക്കുക. വസാനി ബിസാനി, രണ്ടാമത്തതിൻ്റെ നേർക്കുകയും. ഹലുമ്മ ജറ, അതിങ്ങനെ തുടർന്ന് വരിക. ഫൈങ്കാന ബി ഇസായി കുല്ലി വാഹിദ് മിനലൂല, ഒന്നാം ജുംലയിൽ നിന്നുള്ളതായ ഓരോന്നിൻ്റെയും നേരെ, വാഹിദ് മിനസാനി, രണ്ടാമത്തതിൽ നിന്നുള്ള ഓരോന്നുണ്ടെങ്കിൽ, കാന നാഖിസു കസാഇദി വഹു മുഹാലിൻ, അപ്പോൾ നാഖിസ് നമ്മൾ നേരത്തെ ഒന്ന് ചുരുങ്ങിയതായിട്ടാണ് സങ്കല്പിച്ചത്. ആ നാഖിസ് കസായിദി, സായിദ് പോലെ തന്നെ ആവൂലേ? വഹു മുഹാലുൻ, അത് മുഹാലല്ലേ? വഇല്ലം യകുൻ,
ഇനി അങ്ങനെ ആയിട്ടില്ലെങ്കിലോ ഫഖദ് വുജിദ ഫില്ലൂല ഒന്നാമത്തേതിൽ എത്തിക്കപ്പെട്ടു. മാല യൂജിദ് ബി ഇസായിഹി രണ്ടാമത്തെ ഇതിനേക്ക് നേരെ ഷെയ്ഉം മിൻ ഫിസാനിയ രണ്ടാമത്തേതിൽ ഉള്ളതായ ഒന്നിനെ എത്തിക്കപ്പെടുന്നു. ഇല്ലെങ്കിൽ ഫതങ്കത്തു സാനിയത്തു ഒത്തനാഹ രണ്ടാമത്തേത് മുങ്കത്തിയാകും. ഒത്തനാഹ മറ്റേത് മുത്തനാഹി അറ്റമില്ലാതെ അല്ല രണ്ടാമത്തേത് മുങ്കത്തിയാകും. അതായത് ഒത്തനാഹ അത് തീർന്നു പോകും ചെയ്യുമല്ലോ. വയൽജമു മിന്നു ആ രണ്ടാമത്തേത് തീർന്നെങ്കിൽ തനാഹിലുല ഒന്നാമത്തേതും തീരൽ വരും. ലന അലാ തസീദു അലസാനിയ കാരണം രണ്ടാമത്തേതിനേക്കാൾ ഒന്നാമത്തേത് ഏറുന്നില്ല. ഇല്ലാ ബി ഖദറി മുത്തനാഹിൻ ഒരു അറ്റമാകുന്ന അവസാനിക്കുന്ന ഒരു ഖദർ കൊണ്ടല്ലാതെ. കാരണം ഒന്നേ കുറച്ചിട്ടുള്ളൂ. ഇതിപ്പോൾ ഈ ഒരു മണിക്ക് തീർന്നെങ്കിൽ മറ്റേത് ഒന്നേ കാലിനത് അവസാനിക്കും. പെട്ടെന്ന് തൊട്ടടുത്ത് തന്നെ തീരുമല്ലോ. അപ്പോൾ എന്താണ് മുത്തനാഹിയാണ് എന്ന് മനസ്സിലായി. വസായിദു അലൽ മുത്തനാഹി ബി ഖദറി മുത്തനാഹിൻ മുത്തനാഹിയേക്കാൾ തീരുന്നതായ ഒന്നിനേക്കാൾ തീരുന്നതായ ഒരു ഖദർ കൊണ്ട് ഏറിയത് യകൂന മുത്തനാഹിയം ബിൽ ദറൂറ അതും എന്താണ് തീർച്ചയായും അവസാനിക്കുമല്ലോ എന്ന് തത്ബീഖ് എന്നാണ് പറയാ. അതൊന്ന് തഹ്ഖീഖാക്കിയാൽ മതി. വഹാദ തത്ബീഖു ഇങ്ങനെ ഈ തത്ബീഖിന്റെ ലഫ്ളർത്ത് ഒപ്പിക്കുക എന്നാണ്. ഒരു ഖത്തിൽ നിന്ന് പിടിച്ച് അതിനിക്ക് നേരെ മറ്റേതിൽ നിന്ന് പിടിച്ചിട്ട് ഒപ്പിക്കുക. രണ്ടും കൂടി കമ്പയർ ചെയ്യുക എന്നാണ് അതിൻ്റെ മാന. ഇന്നമാ യുംകിനു ഫീമാ ദഖല തഹ്തൽ വുജൂദി വുജൂദിൻ്റെ കീഴിൽ പ്രവേശിച്ചതായ ഒന്നിൽ മാത്രമേ അത് മുംകിനാവുകയുള്ളൂ. ദൂന മാഹുവ വഹ്മിയുൻ മഹദുൻ തനി വഹ്മിയായ കാര്യത്തിനെ കൂടാതെ. ഫൈനഹു യങ്കത്തി ബിങ്കിത്തായിൽ വഹ്മി നമ്മൾ ഔഹാമുകളിലൂടെ സങ്കല്പിക്കുകയാണെങ്കിൽ അത് നമ്മളെ വഹ്മു മുങ്കത്തിയാകലോടുകൂടെ ആ വസ്തു മഹലൻ വഹ്മിയായ കാര്യവും മുങ്കത്തിയാവുന്നതാണ്. അപ്പോൾ നമ്മൾ അതല്ല എടുക്കുന്നത്. മൗഹൂമായ വിഷയമല്ല, മൗജൂദായ വിഷയം തന്നെയാണ് എടുക്കുന്നത്. മൗഹൂമല്ല, മൗജൂദ് തന്നെ. അതുപോലെ മുത്തഖയ്യൽ ഭാവനാത്മകവും അല്ല, മറിച്ച് എന്താണ് സംഭവ്യ ലോകത്തുള്ള രണ്ട് വസ്തുക്കളെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്ന്. ഫലാ യരിദു നഖ്ലു അപ്പം നഖ്ല് വരുന്നില്ല ബി മറാത്തിബിൽ അതതിൻ്റെ മർത്തബകളെ കൊണ്ട്. എണ്ണിക്കഴിഞ്ഞാൽ എണ്ണത്തിന് അറ്റമില്ലല്ലോ. ഒന്നിങ്ങനെ 1 2 3 4 വസ്തുക്കളില്ലാതെ ഒരു അതത് മാത്രമാകുമ്പോൾ അതെന്താണ്? അത് മുത്തഖയ്യലും മൗഹൂമാണ്, അത് മുഹഖഖല്ല. അപ്പോൾ അതെടുത്തിട്ട് ഇങ്ങോട്ട് ചോദിക്കാൻ വരണ്ട എന്നാണ് ആര് പറയുന്നത്? ഷാരി പറഞ്ഞു ഫലായിരുന്നു നഖ്ല്. അപ്പോൾ നഖ്ല് വാരിദാവൂല. നഖ്ല് എന്ന് പറഞ്ഞെങ്കിൽ ആ വാദത്തെ പൊളിക്കൽ വരുന്നില്ല. ബി മറാത്തിബിൽ അതതിൻ്റെ മർത്തബകളെ കൊണ്ട്. ബിയാൻ തുത്തബക്ക ജുംലത്താനി 2 ജുംലകൾ തത്ബീഖാക്കപ്പെടുക, ഒപ്പിക്കുക. ഇതാമോ 1 മിനൽ വാഹിദി ലാ ഇലാഹ നിഹായ 1 മുതൽ അറ്റമില്ലാതെ അങ്ങനെ പോവുകയാണ്. വസാനി രണ്ടാമത്തെ മിനൽ ഇസ്നൈനി 2 മുതലാണ് തുടങ്ങുന്നത്. ലാ ഇലാഹ നിഹായ അതും അറ്റയില്ലാതെ പോവുകയാണ്. അപ്പോൾ എന്താണ് ഇത്? ഈ 1ൽ നിന്ന് തുടങ്ങിയതും അറ്റയില്ലാണ്ട് പോകുന്നു, 2ൽ നിന്ന് തുടങ്ങിയതും അറ്റയില്ലാതെ പോകുമ്പോൾ രണ്ടും അവസാനിക്കുന്നില്ലല്ലോ. അപ്പോൾ അത് എങ്ങനെ ചെറുതും വലുതും ഒരുപോലെ വന്നില്ല, മൊഹാൽ വരൂലേ എന്ന്. അതിന് ആ ചോദ്യമായിട്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ശരിയാവൂല. കാരണം ഞങ്ങൾ പറയുന്നത് എന്താണ്? ഇവിടെ നിലവിലുള്ള 2 വസ്തുക്കളെ കുറിച്ചാണ്. അതത് എന്നുള്ളത് എന്താണ്? അത് മുഹഖഖല്ല. അതത് ഇങ്ങനെ എത്ര നമുക്ക് എണ്ണത്തെ സങ്കല്പിക്കാം. വലാബി മാലൂമാത്തില്ലാഹി തആല മഖ്ദൂറാത്ത് എന്നാൽ അള്ളാഹിൻ്റെ മാലൂമാത്ത്, അള്ളാഹുവിൻ്റെ മഖ്ദൂറാത്ത് അതിനെ കൊണ്ട് നഖ്ല് വരുമോ? അതും വരൂല. ഫൈനൽ ഊല അക്സറു മിന സാനിയ എൻ്റെ മൊത്തത്തിൽ പറയാണ്. ഒന്നാമത്തേത് അക്സറു മിന സാനിയ രണ്ടാമത്തതിനേക്കാൾ അക്സറാണ്. മാലാ തനാഹിമ അത് രണ്ടും അവസാനിക്കാത്തതിനോടുകൂടെ. വദാലിക അത് മാന ലാ തനാഹിയ ലിൽ അദാദി അതതുകൾക്കും വൽ മാലൂമാത്ത് മഖ്ദൂറാത്ത് അള്ളാഹുവിൻ്റെ മാലൂമാത്ത് മഖ്ദൂറാത്തുകൾക്കും അറ്റവും ഇല്ലല്ലോ എന്നുള്ളത്. വദാലിക അങ്ങനെ നഖ്ല് വരൂല എന്ന് പറയാൻ കാരണം അന്ന മാന ലാ തനാഹി ലിൽ അദാദി വൽ മാലൂമാത്ത് വൽ മഖ്ദൂറാത്തി അതിൻ്റെ മാന അന്നഹ ലാ തന്തഹി ഇലാ ഹദ്ദിൻ ഒരു പരിധിയിൽ അത് അവസാനിക്കുന്നില്ല. ലാ യുതസവറു ഫൗഖ ആഖിറ അതിൻ്റെ അപ്പുറം വേറെ ഒന്ന് തസവുറാക്കാൻ കഴിയാത്ത ഒരു ഹദ്ദിൽ അത് അവസാനിക്കുക എന്നുള്ളത് അവസാനിക്കൂല. ലാ ബിമാന അന്ന മാലാനിഹായത്ത ലഹു യദ്ഖുലു ഫിൽ വുജൂദി അറ്റമില്ലാത്ത ഒന്ന് വുജൂദിൽ തന്നെ കിടക്കും എന്നല്ല. ഫൈനഹു മുഹാലുൻ അത് മുഹാലാണ്. കാരണം അറ്റയില്ലാത്ത ഒന്ന് വുജൂദിലില്ല. മൗജൂദായതിന് എന്തുണ്ട്? ഏത് മൗജൂദായതിനും അതിനിക്ക് പരിധിയുണ്ട്, നിഹായത്തുണ്ട്, ഹദ്ദുണ്ട്. അവ അവസാനിക്കുന്നില്ല എന്ന് നമ്മൾ സങ്കല്പിക്കുന്ന ഏതാണ്? അത് കേവലം അതത് മാത്രമാണ്. അൽ വാഹിദു യാനി അന്ന സ്വാനി അൽ ആലമി വാഹിദുൻ ഈ ലോകത്തിൻ്റെ സൃഷ്ടാവ് ഏകനാണ്. വലാ യുംകിനു അൻ യസ്തുഖ മഫ്ഹൂമു വാജിബുൽ വുജൂദി അപ്പോൾ വാജിബുൽ വുജൂദിൻ്റെ ആശയം അത് സാധിക്കാകാൻ പറ്റൂല ഇല്ലാ അലാ ദാത്തിനുമായത് ഒറ്റ ഒരു ദാത്തിൻ്റെ മേലല്ലാതെ. അപ്പോൾ എന്താണ് വാജിബുൽ വുജൂദി എന്നുള്ള കാര്യം ഒരു കുല്ലിയായ ഒരു മഫ്ഹൂമാണെങ്കിൽ
അത് എത്രയുണ്ടാകിക്കൂടെ അഫ്രാദുകൾ, ചിലപ്പോൾ അഫ്രാദുകൾ മുംതനിയാവും, അല്ലെങ്കിൽ ഫർദുണ്ട് ഒന്നിൽ മുന്നസറാണ്, അല്ലെ ഫർദുണ്ട് അത് കുറേ ഉണ്ട്, എന്നാലും ഒരു അവസാനമുണ്ട്, അല്ലെ അറ്റയില്ലാത്ത അഫ്രാദുകളുണ്ട്. എന്ത് വന്നു കഴിഞ്ഞാലും എന്താണ് വാജിബുൽ വജൂദ് ഒരു കുല്ലിയായ മഫ്ഹൂമാണെങ്കിൽ പലതിനിക്കും സാധിക്കായിക്കൂടെ എന്ന് അതാ പറയുന്നത്. വലായുംകിനു അൻ യസ്ദുക മഫ്ഹൂമു അൽ വാജിബുൽ വജൂദി, വാജിബുൽ വജൂദ് എന്ന് പറയുന്ന ആശയം സാധിക്കാകാൻ പറ്റൂല ഇല്ല അലാ ദാത്തിൻ വാഹിദത്തിൻ, ഒറ്റൊരു ദാത്തിൻ്റെ മേലിലല്ലാതെ. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ അടുക്കൽ ഏതൊരു വസ്തുവിൻ്റെയും സാനി അവൻ അള്ളാഹുവാണ്, അത് ഏകനുമാണ്. സനവീയത്തിനെതിരുകൊണ്ട്, സനവീയത്ത് എന്ന് പറഞ്ഞൊരു വിഭാഗമുണ്ട്. അവർ പറയുന്ന അള്ളാഹു എന്നുള്ളത് രണ്ടെണ്ണം ഉണ്ട്. അതെങ്ങനെ രണ്ടെണ്ണം? ഒന്ന് ഖാലിഖുൽ ഖൈറാണ്, മറ്റൊന്ന് ഖാലിഖുൽ ഷർറാണ്. ഷർറിൻ്റെ സൃഷ്ടാവ് ഒന്ന് വേറെ, ഖൈറിൻ്റെ സൃഷ്ടാവ് ഒന്ന് വേറെ. ഖൈറിൻ്റെ സൃഷ്ടാവ് യസ്ദാനാണെങ്കിൽ ഷർറിൻ്റെ സൃഷ്ടാവ് അഹ്റമനാണ്. അത് അഹ്റമൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇബ്ലീസ് ഷെയ്ത്താനാണ്. ഇബ്ലീസ് ഷെയ്ത്താനെ കുറിച്ചാണ് അഹ്റമൻ എന്ന് പറയുന്നത്. അങ്ങനെ ഒരു സനവിയാക്കളുണ്ട്. അതൊന്നും എന്തല്ല, പിന്നെ ഇസ്ലാമിലെ പെട്ട പാർട്ടിയല്ല, കമ്പനിയല്ല. വൽ മഷൂറു ഫി ദാലിക, ഇതിൽ ഏത് സാനിഉൽ ആലം ഏകനാണ് എന്ന തെളിവിൽ മഷൂറായ തെളിവ് ബൈനൽ മുത്തക്കല്ലിമീന, വചനശാസ്ത്രജ്ഞന്മാരുടെ അടുക്കൽ അതിൻ്റെ തെളിവ് ബുർഹാൻ തമാനു, തമാനു എന്ന് പറയുന്ന ഒരു ബുർഹാനാണ്. തമാനു എന്ന് പറഞ്ഞാൽ തനാസു, പരസ്പരം എതിരാകുക, തർക്കിക്കുക എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. അത് മുഷാരിയിലെ അതിലേക്കാണ് ചൂണ്ടൽ. ബി ഖൗലി തആല, അള്ളാഹുവിൻ്റെ ഖൗലുകൊണ്ട് ലൗകാന ഫീഹിമ ആലിഹത്തുൻ ഇല്ലല്ലാഹു ലഫസദത, ആകാശഭൂമിയിൽ അള്ളാഹു അല്ലാത്ത ദൈവങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ ആകാശഭൂമി തകിടം മറിയുമായിരുന്നു. ഇന്ന് കാണുന്ന ആ ഒരു മുത്തസിനും അതുപോലെ സമതുലിതാവസ്ഥയിലുമുള്ള ഒരു സാഹചര്യത്തിൽ നിന്ന് അത് തകിടം മറിയുകയും ഇത് രണ്ടും നശിച്ചു പോകുകയും ചെയ്യുമായിരുന്നു. എപ്പോൾ? ഒന്നിൽ കൂടുതൽ ഇലാഹുകൾ ഉണ്ടായിരുന്നുവെങ്കിൽ. അതെങ്ങനെയാ? എന്താ പറഞ്ഞത്? ഇപ്പോൾ തക്രീറു അപ്പറഞ്ഞതിനെ ഒന്ന് ഇസ്ബാത്ത് ചെയ്യൽ എങ്ങനെ? അന്നഹു ലൗ അംകന ഇലാഹാനി, രണ്ട് ഇലാഹുകൾ ഉണ്ടെങ്കിൽ അംകന ബൈനഹുമാ തമാനുൻ, ഇവരുടെ പേരുടെ മേലയിൽ പരസ്പരം വിലങ്ങ് തടിയാവും, ഓരോരുത്തരും മറ്റവർക്ക് പാരയാവും. ഇയാൾ വിചാരിക്കുന്നത് ഞാനൊന്ന് പടക്കണമെന്ന്, അപ്പോൾ മറ്റേ ആൾ എന്താവും? തുല്യ ശക്തിയാണല്ലോ, അയാൾ പറഞ്ഞു വേണ്ട ഇനി പടക്കണ്ടെന്ന് പറയും. മറ്റേ ആൾ പറയും എന്തെന്ന്, ഞാനൊന്ന് പടക്കുന്നു, അപ്പോൾ ഇയാൾ പറയും പടക്കാൻ വിടില്ല. അത് അബിയായി ഉരീദ അഹദുമ അർക്കത്ത്, ബിയായി ഉരീദ അഹദുമ, രണ്ടിൽ നിന്ന് ഒരാൾ ഉദ്ദേശിക്കുക അർക്കത്ത് സെയ്ത് ചലിക്കണമെന്ന്, വല്ലാഹുർ മറ്റേ ആൾ ഉദ്ദേശിക്കുന്നത് സുക്കൂന് വേണ്ട സെയ്ത് അനങ്ങണ്ടെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഈ അന്ന കുല്ലമിനുമ, രണ്ടു പേരിൽപ്പെട്ട ഓരോരുത്തരും ഓരോ കാര്യവും ഇതെന്ന് അങ്ങനെ ഉദ്ദേശിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഒരാൾ വിചാരിക്കുന്ന അർക്കത്ത്, മറ്റേ വിചാരിക്കുന്നത് സുക്കൂന്. അപ്പോൾ ഈ അർക്കത്ത് സുക്കൂൻ എന്നുള്ള ഓരോന്നും ഫീ നഫ്സി അമ്രും മുംകിനാണല്ലോ, ഒരേ സമയത്ത് ഉണ്ടാവില്ല എന്നല്ലേ ഉള്ളൂ. ഫീ നഫ്സി അതിൻ്റെ സത്തയിലേക്ക് നോക്കുമ്പോൾ അത് മുംകിനായ കാര്യമാണ്. കഥാ തഅല്ലുഖുൽ ഇറാദത്തി ലികുല്ലി മിനുമ, അതുപോലെ രണ്ടു പേരിൽ നിന്നുള്ളതായ ഇറാദത്തും എന്തിനോട് ബന്ധിക്കാം? ഇതിനോട് ബന്ധിക്കാം. ഇതിലാ തലാത്ത ബൈനൽ ഇറാദത്തൈനി, രണ്ട് ഉദ്ദേശങ്ങൾക്കിടയിൽ എങ്ങനെയാണ് വൈരുദ്ധ്യം വരുന്നത്? ഹർക്കത്ത് സുക്കൂനെ ഉദ്ദേശിക്കുന്നതിന് തെറ്റൊന്നുമില്ല, കാരണം മഹല് മാറിയാൽ മതിയല്ലോ എന്ന്. ബൽ ബൈനൽ മുറാദൈനി, എവിടെയാണ് തലാത്ത് ഉള്ളത്? രണ്ട് മുറാദിന് ഇടയിലാണ് തലാത്ത് ഉണ്ടാകുക. രണ്ടും ഉണ്ടാകുക എന്നുള്ളിടത്താണ് തലാത്ത് ഉണ്ടാകുന്നത്. ഇതിലാ തലാത്ത് ബൽ ബൈനൽ മുറാദൈനി വഹീന, ഇതിനപ്പോൾ ഇമ്മ അയ്യഹ്സുല അൽ അമ്രാനി, ഒരുപക്ഷെ രണ്ട് കാര്യം ഉണ്ടാകണം. അപ്പോൾ ഏസമിയുള്ള ഇദ്ദാനി പരസ്പര വൈരുദ്ധ്യമാണ് ഒരുമിച്ചുകൂടുക. അനക്കം ഉണ്ടാകുക, അടക്കം ഉണ്ടാകുക, അത് ഉണ്ടാകാൻ പറ്റൂലല്ലോ. ഔല അല്ലെങ്കിൽ രണ്ടും ഉണ്ടാവില്ല. അപ്പോൾ ആജിസു അഹദീമ, ഒരാൾ വിചാരിച്ച മാത്രമേ ഉണ്ടാവും, അപ്പോൾ മറ്റാൾ ആജിസായി എന്നുള്ളത് ലാസിമാവും. അപ്പോൾ അമാറത്തുൽ ഉദൂസി വൽ ഇംകാൻ, അത് ഹാദിസാണെന്നുള്ളതിൻ്റെയും മുംകിനാണെന്നുള്ളതിന് തെളിവാണ്. ഏത്? ഈ അജിസ് എന്നുള്ളത് അത് അള്ളാഹുവിന് ഉണ്ടാകാൻ പറ്റൂല. ഇമാ ഫീഹിമിൻ ഷായിബത്തിൽ ഹിത്തിയാജി, അതിൽ എന്തുണ്ട്? ഒരു ഹിത്തിയാജിൻ്റെ കലർപ്പുണ്ട്. അത് ഹിത്തിയാജിൻ്റെ ഒരു കലർപ്പ് അതിലുണ്ട്. അപ്പോൾ തഅദ്ദുദ് മുസ്തൽസിമുൻ, ഉണ്ടാക്കി തീർക്കുന്നുണ്ട് ലിംകാനി തമാനുഇ, തമാനുവിൻ്റെ സാധ്യതയെ, അൽ മുസ്തൽസിമിൽ മുഹാലി, തമാനു എന്തിനെ ഉണ്ടാക്കുന്നുണ്ട്? മുഹാലിയും ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ വയക്കൂനു മുഹാലൻ, അത് ആ തഅദ്ദുദുൽ ആലിഹത്ത് എന്നുള്ളത് മുഹാലാകും. വഹാദാ തഫ്സീലുമായി യുഖാലു, ഇതാണ് പറയപ്പെടുന്നതിൻ്റെ വിശദീകരണം. എന്താ പറയപ്പെടുന്നത്? ഇന്ന അഹദഹുമ, രണ്ടിൽ ഒരാൾ, ഇല്ലം യഖ്ദിർ അലാ മുഖാലഫത്തിൽ ആഖിർ, മറ്റേയാളോട് എതിരാകാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ലസിമ അജുസു, അയാൾ ആജിസായല്ലോ. വൈൻ ഖദ്റ, ഇനി എതിരാകാൻ കഴിഞ്ഞെങ്കിലോ ലസിമ അജുസുൽ ആഖിരി, മറ്റേയാളുടെ അജുസും ലാസിമായി. ഇനിയാണ് നിങ്ങൾ പറഞ്ഞത് വിഷയത്തിലേക്ക് കടക്കുന്നത്.
ഒബിമാതക്കർന നമ്മൾ ഈ പറഞ്ഞത് കൊണ്ട് എന്തഫിയുമായി ഉക്കാലു ചോദിക്കപ്പെടുന്നത് തള്ളപ്പെടുന്നതാണ്. എന്താ ചോദ്യം? ഓട്ടോമാറ്റിക്കായിട്ട് ഇത് മുന്തഫിയാവും. ഇന്നമാ യജൂസു യത്തഫിക്ക രണ്ടുപേരും ഒത്തു കളിച്ചാൽ പോരെ. മിൻ ഗൈരി തമാനുവിൻ അങ്ങോട്ടും ഇങ്ങോട്ടും എതിർക്കാതെയും പരസ്പരം ധാരണയോടുകൂടിയും ഒരു തഫാഹുമിലൂടെ ഒരു മിൻ ജിഹത്തിൽ ജാനിബൈനി രണ്ട് വശങ്ങളിൽ നിന്നുള്ള ധാരണ, ആ ധാരണയിലൂടെ മുന്നോട്ട് പോയാൽ പോരെ. അങ്ങനെ പലതും ദുന്യവിയായിരിക്കുന്ന നേതാക്കന്മാർക്കിടയിൽ സംഭവിക്കുന്നുണ്ടല്ലോ. രണ്ടാൾ യോജിച്ചു പോവാ, നീ എന്നോട് എതിരാണ്ട് ഞാൻ എന്നോട് എതിരാണ്ട് രണ്ടാൾക്ക് ഒത്തുപോകാൻ. ഔ അന്തക്കൂനൽ മുമാനാത്തു അൽ മുഖാലഫ ഗൈറ മുംകിനത്തിൻ, അല്ലെങ്കിൽ എന്താണ് പിന്നെ മുമാനാത്തും മുഖാലഫത്തും മുംകിനല്ല. ലിസ്തിൽസാമിഹൽ മുഹാല അത് മുഹാലിനെ ലാസിമാക്കുന്നതിന് വേണ്ടി. ഔ യംതനിയ ഇസ്തിമാഉൽ ഇറാദത്തൈനി അല്ലെങ്കിൽ രണ്ട് ഉദ്ദേശങ്ങളും ഒരുമിച്ച് കൂടൽ മുംതനിയ ക ഇറാദത്തിൽ വാഹിദി ഒരാൾ ഉദ്ദേശിക്കുക അറക്കത്തെ സെയ്ദിൻ്റെ അറക്കത്തിനെ സുക്കൂനെയും ഉദ്ദേശിക്കുക മാൻ ഒരുമിച്ച്, അത് അങ്ങനെ ഉണ്ടാകാൻ വേണ്ടിയിട്ട് പറ്റൂലല്ലോ എന്ന്. വാലം അന്ന ഖൗലഹു തആല ലൗ കാന ഫീഹിമാ ആലിഹത്തുൻ ഇല്ലല്ലാഹു ലഫസദത്ത. അപ്പോൾ അതവിടെ മറുപടി പറഞ്ഞു കഴിഞ്ഞു. കാരണം ഒബി ഹാദ യന്തഫിയു എന്നല്ലേ പറയുന്നത്, രണ്ടുപേരും ഒത്തിട്ട് പോകാമല്ലോ എന്ന് പറഞ്ഞുകൂടെ എന്നല്ലേ ചോദിച്ചത്. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത്, നേരത്തെ പറഞ്ഞ ജവാബിൽ നിന്ന് തന്നെ ഒബി ഹാദ എന്തഫി മായുക്കാലു പറയപ്പെടുന്നത് രണ്ടുപേരും ഒത്തുപോകാമല്ലോ. ഈ ഒത്തുപോകുമ്പോഴും എന്ത് വരുന്നുണ്ട്? അവിടെ അജിസ് വരുന്നുണ്ട്. അപ്പോൾ എന്താണ്, എനിക്ക് അജിസ് ഉള്ളത് കൊണ്ടാണല്ലോ മറ്റാളോട് ഒത്തുപോകേണ്ടി വരുന്നത്. അല്ലെങ്കിൽ എനിക്ക് പരമാധികാരം ഉപയോഗപ്പെടുത്തിയും കൊണ്ട് നീ എന്തെങ്കിലും ആയിക്കോടാ ഞാൻ വിചാരിച്ചത് നടത്തുമെന്ന് പറയൂലേ. അങ്ങനെ പറയാതെ യോജിച്ച് പോകൽ തന്നെ ഒരു അജിസിൻ്റെ മേൽ അറിയിക്കുന്നുണ്ടല്ലോ എന്ന്. അപ്പോൾ അത് ശരിയായില്ല അവിടെ. എന്നാൽ നമ്മൾ ഈ പറഞ്ഞ തെളിവുണ്ടല്ലോ, തമാനുവിൻ്റെ തെളിവ്, ബുർഹാനു തമാനു, പിന്നെ അത് വലമന്ന ഖൗലഹു തആല അള്ളാഹുവിൻ്റെ ഖൗലി ഏതാ ലൗകാന ഫീഹിമ ആലിഹത്തുൻ ഇല്ലല്ലാഹു ലഫസദത്ത. ഈ ആകാശഭൂമികളിൽ അള്ളാഹു അല്ലാത്ത ഇലാഹുകൾ ഉണ്ടെങ്കിൽ ഫസദത്ത രണ്ട് ഫാസിദായി പോകും എന്ന് പറഞ്ഞാൽ അത് ഹുജ്ജ ഇഖ്നാഇയാണ്. ഹുജ്ജത്ത് ഇഖ്നാഇയത്ത പറഞ്ഞിട്ടങ്ങ് തൃപ്തിപ്പെടുത്തിയതാണ് എന്ന് ഇഖ്നാഇയായത് എന്ന് അതിന് പറയാം. ഒരു പിന്നെ നിഷേധിയെ ഉത്തരം മുട്ടിക്കാൻ മാത്രം അത് പര്യാപ്തമല്ല എന്നാണ്. വൽ മുലാസമത്തു ആദിയത്തുൻ, ഈ മുലാസമത്തു ആദിയത്താണ്. മുലാസമത്ത് എന്ന് പറയുന്ന ഒന്നിൽ കൂടുതൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഫസാദാകുമായിരുന്നേനെ. അപ്പോൾ ഇതിന് അത് ലാസിമാണ്. അതാ മുലാസമത്ത് എന്ന് പറഞ്ഞാൽ. അലാമാഹു ലായിക്കു ബിൽ ഖിതാബിയാത്തി, സാധാരണ ഖിതാബിയാത്തുകളോടും ഖതാബിയാത്തുകളോടും യോജിക്കുന്നത് അങ്ങനെയാണ്. സാധാരണ പ്രഭാഷണങ്ങളിലൊക്കെ നമ്മൾ ഖതഈയായ ദലീലൊന്നും കൊണ്ടുവരേണ്ടത്. മാത്രമല്ല ഇന്ന് ഖതഈന്ന് പോയിട്ട് പിന്നെ ഇഖ്നാഇയ്യത്തും ഒന്നും കൊണ്ടുവരുന്നില്ല. എവിടെന്നെങ്കിലും ആടുന്നോടൊന്നും കണ്ടത് എടുത്തിട്ട് ബാല് പറഞ്ഞിട്ട് ഒപ്പിക്കലാണല്ലോ. ബാലിൻ്റെ ശൈലി അങ്ങനെയാണല്ലോ. അപ്പോൾ പ്രഭാഷണ വേദികളിൽ ഉണ്ടാകുന്ന ഹുജ്ജത്ത് ഇഖ്നാഇയ്യത്ത് പോലത്തെ ഇഖ്നാഇയായ ഒരു ദലീല് മാത്രം എന്നേ ഇതിനെക്കുറിച്ച് പറയാനുള്ളൂ. ഒരു ഹസ്മിനെ പിന്നെ ജാഹിദിനെ നിഷേധിയെ ഉത്തരം മുട്ടിക്കാൻ വേണ്ടി മാത്രം പറ്റൂല. ഫൈനൽ ആദത്തെ ജാരിയത്തുൻ, കാരണം പതിവ് അത് നടക്കുന്നുണ്ട്. ബി ഉജൂദി തമാനി ഒത്തകാലിബി, തമാനു പരസ്പര എതിരാകലും ഒത്തകാലി പരസ്പരം തോൽപ്പിക്കലും ഉണ്ടാകലുമുണ്ട്. ഇന്ത തഅദ്ദുദിൽ ഹാക്കിമി, ഭരണാധികാരികൾ പലതുമാകുമ്പോൾ അലാമാ ഉഷീറ ബി ഖൗലിഹി അലാമാ ഉഷീറ ഇലൈഹി ബി ഖൗലിഹി, അതിലേക്ക് അള്ളാഹുവിൻ്റെ വാക്കുകൊണ്ടെന്ന് സൂചിപ്പിക്കപ്പെടുന്നുണ്ട്. വല അലാ ബഅദുഹും അലാ ബഅദ്, ചിലരുടെ മേൽ അഹങ്കാരം കളിക്കുമായിരുന്നു എന്ന്. ഇല്ല അങ്ങനെയല്ല എങ്കിൽ ഹുജ്ജത്ത് ഇഖ്നാഇയ്യത്ത് ആണെന്ന് പറഞ്ഞ് അങ്ങനെയല്ല എങ്കിൽ ഹുജ്ജത്ത് ഖത്ഇയ്യത്തോ അഖ്ലിയത്തോ ആണ് എങ്കിൽ അതാ ഫൈനുരീദ ഉദ്ദേശിക്കപ്പെടുകയാണെങ്കിൽ അൽ ഫസാദ് ബിൽഫീൽ ഫസാദാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ, ഇപ്പം നിലവിൽ തന്നെ ഫസാദാകുമായിരുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഐ ഖുറൂജുമാൻ ഹാദൻ നിലാമിൽ മുഷാഹിദി, ഈ ദൃശ്യമായ വ്യവസ്ഥയെ തൊട്ട് അത് ഔട്ടായിപ്പോലെ. മുജറദു തഅദ്ദുദി ലാ യസ്തൽസിമു, നമുക്ക് ഉറപ്പാണ് ഒന്നിൽ കൂടുതൽ ആളുണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രം ലാ യസ്തൽസിമു അതിനെ ലാസിമാക്കൂല. കാരണം കുറച്ചുകാരെ യോജിച്ചു പോയി പിന്നെ അങ്ങ് തകിട് മറിഞ്ഞാൽ മതി. ലി ജവാദിൽ ഇത്തിഫാഖി അലാ ഹാദൻ നിലാം, ഈ ആകാശഭൂമിക്ക് ഇന്ന് കാണുന്ന ദൃശ്യമാകുന്ന രൂപത്തിൻ്റെ മേൽ രണ്ടുപേരും യോജിച്ച് കരാറിൽ ഒപ്പിട്ടിട്ടുണ്ടാക്കിയതായാൽ പോരെ. വൈനുരീദ ബിഹി ഇംകാനുൽ ഫസാദി, ഇനി ഫസാദ് മുംകിനാണ് എന്നാണ് ഭാവിയിലെങ്കിലും എങ്കിൽ ഫലാ ദലീല അലിന്തിഫായി, ഇനിയും അത് പറയാലോ. അതെന്താ, ഇനി ഭാവിയിൽ ഇവർ ഒന്നിൽ കൂടുതൽ ദൈവങ്ങളുണ്ട്, അതുകൊണ്ട് കുറച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇങ്ങനെ യോജിച്ച് പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ, കുറച്ച് കഴിഞ്ഞാൽ ഒരാൾ പാലം ഭരിക്കുമ്പോൾ മറ്റേ അങ്ങ് പോകുന്നതാണ് എന്ന് പറഞ്ഞുകൂടെ. ബലി നുസൂസു ഷാഹിദ് മാത്രമല്ല, തെളിവുകൾ സാക്ഷിയാണ്. ബി തൊയ്യി സമാവാത്തി, ആകാശത്തെ ചുരുട്ടപ്പെടുമെന്നും റഫി ആദൻ നിലാമി, ഈ വ്യവസ്ഥ മർഫു ആയി പോകുമെന്നും. അപ്പോൾ വയംകൂന് മുംകിനൻ, അതെന്താ ഫസാദ് മുംകിനാണ്, ലാ മഹാല എന്ന് സംശയം. ദുനിയാവിൻ്റെ നാശം തന്നെ മുംകിനാണെന്ന് നുസൂസുകൾ പറഞ്ഞിട്ടുണ്ടല്ലോ.
അപ്പോൾ എന്താണ്, എന്നാലും എന്താണ്, പിന്നെ ഒന്നിൽ കൂടുതൽ ആലിഹത്തുണ്ടെങ്കിൽ അത് നശിച്ചു പോകുമായിരുന്നേനെ എന്ന് പറഞ്ഞെങ്കിൽ എന്താ, നശിച്ചുകൂടെ, ഇനിയും ഭാവിയിൽ നശിക്കാലോ, അപ്പോൾ ഒന്നിൽ കൂടുതൽ ഉണ്ടാകാനുള്ള ഇഹ്തിമാല് ഉണ്ടല്ലോ. അതുകൊണ്ടാണ് ഈ ആയത്ത് എന്തല്ല ഖത്ഇയോ അഖ്ലിയോ ആയ തെളിവല്ല, ഇഖ്നാഇയായ തെളിവാണ് എന്ന് പറഞ്ഞത്. സാധാരണഗതിയിൽ ഒന്നിൽ കൂടുതൽ ദൈവങ്ങൾ ഉണ്ടെങ്കിൽ ഈ വ്യവസ്ഥാപിതമായി ഈ ഭൗതികമായ ലോകം മുന്നോട്ട് പോകുമായിരുന്നില്ലല്ലോ എന്ന്. ഇനി അല്ലെങ്കിൽ ചില ആൾ വന്നിട്ട് പറയാണ് ഇടക്കിടക്ക് കാണുന്ന ഭൂമി കുലുക്കങ്ങളും പ്രളയങ്ങളും നാശങ്ങളും അതൊക്കെ ഒന്നിൽ കൂടുതൽ ദൈവങ്ങൾ ഉണ്ടായതുകൊണ്ട് ഒരാളോട് മറ്റൊരാൾക്ക് ദേഷ്യം പിടിക്കുന്നതുകൊണ്ടാണ് അങ്ങനെയൊക്കെ ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാലെന്ത് ഇപ്പം നമുക്ക് എതിർക്കാൻ കഴിയും? ലായുക്കാല് പറയപ്പെടൂല അൽ മുലാസമത്തു ഖത്ഇയ്യ, മുലാസമത്ത് ഖത്ഇയ്യത്ത് തന്നെയാണെന്ന് പറയപ്പെടൂല. വൽ മുറാദ് ബി ഫസാദിഹിമ, ഇത് രണ്ടും ഫാസിദാണെന്നുള്ള ഉദ്ദേശം അതും തക്കവൂനി, അത് രണ്ടും ഉണ്ടാവൂല എന്ന് തന്നെയാണ്. എന്ന് പറഞ്ഞാൽ എന്താ, ഫസദത്ത എന്ന് പറഞ്ഞാൽ എന്താ, ഈ ആകാശം ഭൂമി ഉണ്ടാകേണ്ട ചെയ്യില്ലായിരുന്നു ഒന്നിൽ കൂടുതൽ ആലിഹത്തുണ്ടെങ്കിൽ എന്ന് പറഞ്ഞുകൂടെ? അത് പറയാൻ പറ്റൂല. അഭിമാന അനുലൗഫിലുള്ള സാനിയാനി, രണ്ട് നിർമ്മാതാക്കളെ സങ്കല്പിക്കുകയാണെങ്കിൽ അംഖന ബൈനവുമ തമാനും ബിൽ ഫിൽ അഫ്ആൽ, പ്രവർത്തനങ്ങളിലെല്ലാം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മന്നി ചെയ്യുമായിരുന്നു. ഫലം യകുന അഹദുമാ സാനിയൻ, ഒരാൾ സാനിയും പിന്നെ എന്താണ് ഒരാൾ സാനിയാകുമായിരുന്നില്ല. ഫലം യൂജദ് മസ്നൂൻ, അപ്പോൾ ഒന്നും തന്നെ ഒരു മസ്നൂൻ ഇവിടെ എത്തിക്കപ്പെടുകയും ചെയ്യുമായിരുന്നില്ല എന്ന് പറയണ്ട എന്ന്. അതെന്താ അങ്ങനെ? ലന്നാനക്കൂല് നമ്മൾ പറയും ഇംകാനു തമാനുഇ, തമാനുഇൻ്റെ സാധ്യത ലായസ്തൽസിമു, അത് ലാജിമാക്കുന്നില്ല ഇല്ല അതുമ തഅദ്ദുദ് സാനി, സാനിഇൻ്റെ തഅദ്ദുദ് ഇല്ല എന്നുള്ളതിനെ ലാജിമാക്കുന്നില്ല, ഇല്ല എന്നതല്ലാതെ ലാജിമാക്കുന്നില്ല. വഹുവ ലായസ്തൽസിമു, അത് ലാജിമാക്കുന്നില്ല ഇന്തിഫാഅൽ മസ്നൂഇ, സൃഷ്ടാവിൻ്റെ തഅദ്ദുദ്, സൃഷ്ടിയുടെ ഇന്തിഫായിനെ ലാജിമാക്കുന്നില്ല. അലാ അന്നഹു യരിദു മൻഉൽ മുലാസമത്തി, ആ മുലാസമത്തിനെ മന്നി ചെയ്യൽ വരുന്നതാണ്. ഇന്നുരീദ അതുമു തക്കബുന് ബിൽഫീൽ ഉണ്ടാവുകയില്ല എന്ന് ഉദ്ദേശിക്കുകയാണെങ്കിൽ, അഥവാ ഇന്ന് നിലവിൽ ഈ കാണുന്ന ഈ ലോകം തന്നെ ഉണ്ടാകുമായിരുന്നില്ല. മൻഇന്തിഫാഇൽ ലാസിമി, ലാസിമിൻ്റെ ഇന്തിഫായിനെ മന്നി ചെയ്യലും എന്താണ് വരും. ഇൻ ഉരീദ ബിൽ ഇംകാൻ, ഇംകാൻ കൊണ്ട് ഉദ്ദേശിക്കപ്പെട്ട് കഴിഞ്ഞാൽ എന്ന്. ഫൈൻ ഖീല, ഇനി വേറൊരു വിഷയമാണ് പറയുന്നത്. കുറച്ചും കൂടിയേ ഉള്ളൂ ഇനി അവിടെ അൽ ഖദീമിലേക്ക്. ഫൈൻ ഖീല മുക്തദാ കലിമത്തി ലൗ, ലൗകാന എന്ന് പറഞ്ഞ ആ ലൗ എന്ന കലിമത്തിന്റെ തേട്ടം അന്നന്തിഫാ സാനി ഫിൽ മാലി, രണ്ടാമത്തതിന്റെ ഇന്തിഫാ ഇല്ലായ്മ ഫിൽ മാലി ഭൂതകാലത്ത്, ബി സബബ് ഇന്തിഫായിൽ അവലി ഒന്നാമത്തത് ഇല്ലാത്തതിന്റെ കാരണത്താലാണ്. ഫലാ യുഫീദു ഇല്ല ദലാലത്ത, അപ്പോൾ അത് ഫായിദോപ്പിക്കുന്നില്ല, അറിയിക്കലല്ലാതെ. അലന്തിഫായിൽ ഫസാദി ഫി സമാനിൽ മാലി, കഴിഞ്ഞുപോയ കാലഘട്ടത്തിൽ ഒരു ഫസാദില്ല എന്നുള്ളതിന്റെ മേലല്ലാതെ അറിയും. ബി സബബ് ഇന്തിഫായി താജുദില്ല എന്ന കാരണത്താൽ. അപ്പോൾ ഒന്നിൽ കൂടുതൽ ഇലാഹുകൾ ഇല്ലാത്തത് കൊണ്ട് കഴിഞ്ഞുപോയ കാലഘട്ടത്തിൽ എന്തില്ല, ഇന്തിഫായില്ല. ഖുൽന, നമ്മൾ പറയുന്നു നഅം ബി അസ്ബി അസ്ലി ലോകത്തി, ഭാഷയുടെ അടിസ്ഥാനപരത്തെ പരിഗണിച്ചുകൊണ്ട് ആണത്. ലാക്കിൻ കത് യുസ്തഅമലു, ചിലപ്പോൾ ലൗന ഉപയോഗിക്കാറുണ്ട് ലിൽ ഇസ്തിദ്ലാൽ, അറിയിക്കാൻ. ബിൽ ഇന്തിഫായിൽ ജസായി, ജസാ ഇല്ലെന്ന്, അലന്തിഫായി ഷർത്തി, ജസാ ഇല്ല എന്നുള്ളത് കൊണ്ട്, അലന്തിഫായി ഷർത്തി, ഷർത്തില്ല എന്നുള്ളതിൻ്റെ മേൽ എന്ന് പറഞ്ഞാൽ ലൗകാന ഫീഹിമ ആലിഹത്തുൻ ഇല്ലല്ലാഹു ഫസദത്ത. അപ്പോൾ എന്താണ്, ഒന്നിൽ കൂടുതൽ ഇലാഹ് ഉണ്ടായിരുന്നുവെങ്കിൽ ഫസാദാകുമായിരുന്നു. അപ്പോൾ അവിടെ പിടിക്കേണ്ടത് എന്തുകൊണ്ടാണ്? ഒന്നിൽ കൂടുതൽ ഇലാഹില്ല, അതുകൊണ്ട് ഫസാദില്ല. ഞങ്ങൾ പിടിക്കുന്ന അങ്ങനെയല്ല, ഞങ്ങൾ നേരെ തിരിച്ചിട്ടാണ് പിടിക്കുന്നത്. ഇവിടെ ഫസാദ് കാണുന്നില്ല, അതുകൊണ്ട് തഅദ്ദുദുൽ ആലിഹത്തും ഇല്ല എന്നാണ് ഞങ്ങൾ പിടിക്കുന്നത്, തിരിച്ചിട്ടാണ് പിടിക്കുന്നത്. അത് ലൗവിൻ്റെ പ്രയോഗത്തിൻ്റെ അടിസ്ഥാന പ്രയോഗത്തിന് എതിരായിട്ടാണ് വന്നത് എന്നാണ് പറയുന്നത്. അത് അങ്ങനെ ചെയ്യാറുണ്ട് ചിലപ്പോൾ എന്നാണ് പറയുന്നത്. പിന്നെ ലാക്കിൻ കത്തുസ്താമലു ലിൽ ഇസ്തിദ്ലാലി ബിന്തിഫായിൽ ജസായി അലന്തിഫായി ഷർദി, ജസാ ഏതാ? ഫസാദുൽ അർദ് വസ്സമാവാത്ത്, അതില്ല എന്നുള്ളതിൻ്റെ മേൽ ജസാ ഇല്ല എന്നുള്ളത് കൊണ്ട് പിടിക്കലാണ്. മിൻ ഗൈരി ദലാലത്തിന്, അറിയിക്കാതെ. അലാ തഈന് സമാനിൻ, ഒരു സമാനിനെ തഈനാക്കുന്നതിൻ്റെ മേൽ. കമാ ഫി ഖൗലിന ലൗകാനൽ ആലമു ഖദീമൻ, ലോകം പഴയതായിരുന്നെങ്കിൽ ലക്കാന ഗൈറ മുത്തഗയ്യിരിൻ, അത് മുത്തഗയ്യിർ ആകുമായിരുന്നില്ല. വൽ ആയത്തു മിൻ ഹാദൽ കബീലി, ഈ ആയത്ത് ഈ ഒരു വകുപ്പിൽപ്പെട്ടതാണ്. വഖദ് യസ്തബിഹു അലാ ബഅദിൽ അദ്ഹാനി, ചില മനസ്സുകൾക്ക് ആശയക്കുഴപ്പം വരാറുണ്ട്. അഹദുൽ ഇസ്തിമാ അലൈനി ബിൽ ആഖർ, രണ്ട് പ്രയോഗങ്ങളിൽ നിന്ന് ഒന്ന് മറ്റതുമായി തിരിച്ചറിയാതെ ആകാറുണ്ട്. ഫയഖഉൽ ഖബതു, അപ്പോൾ പാളിച്ചകൾ വരാറുമുണ്ട്. അതുകൊണ്ട് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഇവിടെ ജസാ ഇല്ല എന്നുള്ളത് കൊണ്ട് പിന്നെ ഷർത്തില്ല എന്നുള്ളതിൻ്റെ മേലാണ് ഇവിടെ നമ്മൾ തെളിവ് പിടിക്കുന്നത്. ലോകത്തിന് ഫസാദില്ല, അതുകൊണ്ട് പിന്നെ തഅദ്ദുദുൽ ആലിഹത്തും ഇല്ല എന്ന്.